ഹായ്, നമുക്ക് ഇന്ന് പഠിക്കാനുള്ള SCERT ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇതിലെ പാർട്ട് 1, അതായത് ദേശീയ പ്രസ്ഥാനവും കേരളവും, അതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആദ്യം അത് പോയിട്ട് കാണുക. കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പാർട്ട് 2 കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് അറിയാത്ത കാര്യങ്ങൾ, പുതുതായിട്ട് ഒരുപാട് ഫാക്റ്റ് ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസ് പാർട്ട് 2-ലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 2-ലെ ചാപ്റ്ററാണ്. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. യൂണിറ്റ് 8 ദേശീയ പ്രസ്ഥാനവും കേരളവും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇനി നമുക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹം ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പൊ എന്താണ്? ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. കിട്ടിയോ? ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാല് ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏതിലൂടെ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേട്ടോ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തവര്, അതായത് കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ ഇവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 ഈ വർഷവും ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 ഏത് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. സമര പരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം എന്ത് ചെയ്യേണ്ടി വന്നു? ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. ഓക്കെ. ഇനി സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലനെയും, ആരാണ് സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ? ആരായിരുന്നു? AKG അല്ലെ. AK ഗോപാലനെയും P കൃഷ്ണപിള്ളയെയും. സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG. അതുപോലെ P കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ എന്ത് ചെയ്യുകയാണ്? ക്രൂരമായി മർദ്ദിച്ചു. ഓക്കെ. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക. സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG. അപ്പോൾ AK ഗോപാലനെയും P കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ എന്ത് ചെയ്യുകയാണ്? ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ, ആര്? കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ ഏതുവരെ? മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയായിട്ട് നാനാദേശങ്ങളിൽ നിന്നും എത്തിയത്. ഒടുവിൽ ഗാന്ധിജിയുടെ, ഇതൊരു പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം എന്ത് ചെയ്യുന്നത്? അവസാനിപ്പിക്കുന്നത്. ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയണമല്ലോ. അങ്ങനെ ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് എവിടെ? പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യുകയാണ്? ഒരു ജനഹിത പരിശോധന നടത്തി. അപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ എന്ത് ചെയ്യുകയാണ്? പിന്തുണക്കുകയാണ് ചെയ്തത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഒന്നുകൂടെ നോക്കി നോക്കാം. ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ ഇവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സമര പരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾ 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലനെയും P കൃഷ്ണപിള്ളയെയും
സത്യാഗ്രഹത്തെ എതിർത്തവർ എന്തു ചെയ്യുകയാണ്? ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയപ്പോൾ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയായിട്ട് നാനാദേശങ്ങളിൽ നിന്നും എത്തിയത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്ത് ചെയ്തപ്പോ സമസ്ത എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്താത്? 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുകയാണ്. അപ്പോ ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഓക്കെ, ആ വർഷം ഡേറ്റും കൂടെ നോക്കുക. 1936 നവംബർ 12 എന്നുള്ള ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി എന്താണ്? ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ വിളംബരത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. കിട്ടിയോ? അപ്പോ ഗുരുവായൂർ സത്യാഗ്രഹം എന്നായിരുന്നു 1931 നവംബർ 1 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം അതായത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു ആര്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അതായത് എല്ലാ ഹിന്ദുക്കൾക്കും, എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പാലിയം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു ഏതെന്ന് പറയുന്നത്? പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അയിത്തോച്ചാടനത്തിനായിട്ട് കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48. ഈ ഒരു സമയത്താണ് 47-48 പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതി. നമുക്കറിയാലോ പാലിയത്തച്ഛൻ ആരാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കറക്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക. അപ്പൊ കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. അപ്പൊ കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ട അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് എന്തുണ്ടായിരുന്നു? വിലക്ക് ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. ഇതിനെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികൾ അതുപോലെ സമുദായ സംഘടനകളൊക്കെ ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പാലിയം സത്യാഗ്രഹം സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളൊക്കെ പ്രയോഗിക്കേണ്ടി വന്നു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടതോടെ 1948 കൊച്ചിയിലെ ക്ഷേത്രങ്ങളും അതുപോലെ ജാതിഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം എന്താണ്? ഇല്ലാതാവുകയാണ്. കിട്ടിയോ? അപ്പൊ പാലിയം സത്യാഗ്രഹം ഓർത്തു വച്ചേക്കുക. അതിനിടയിൽ ആ വർഷം ആ ഒരു സമയം 47-48 ചേന്നമംഗലത്തെ പാലിയ
എഴുത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒക്കെ ചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. നേതൃത്വം നൽകിയ ആളാരായിരുന്നു? സി കേശവൻ. ഓക്കെ, ഈ സത്യാഗ്രഹത്തെ നേരിടാൻ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളൊക്കെ പ്രയോഗിച്ചിരുന്നു. 48-ൽ കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടു. അങ്ങനെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. ദേശീയ ബോധത്തിന്റെ സമരജ്വാല. വരിക വരിക സഹചര്യ സഹന സമര സമയമായി കരളുറച്ചു. നമുക്കറിയാം അല്ലെ, ഈ വരികളെല്ലാവർക്കും അറിയാവുന്ന വരികളാണ്. അപ്പോൾ 1930-ൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് 1930-ൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംശി നാരായണപിള്ള എഴുതിയ വരികളാണിത്. അപ്പൊ ഇത് PYQ ആണ്. ഇത് എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അംശി നാരായണപിള്ള. ആരാണ്? അംശി നാരായണപിള്ളയാണ്. 1930-ൽ എന്നാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത്. 1930-ൽ. ഇതിന്റെ ഭാഗമായിട്ട് നടന്ന ജാഥ ഉണ്ടല്ലോ, അതിൽ ആലപിക്കാൻ അംശി നാരായണപിള്ള എഴുതിയ വരികളാണിവ. സത്യഗ്രഹികൾ ഗാനം ആലപിച്ചും മുദ്രാവാക്യം മുഴക്കിയും പയ്യന്നൂർ കടപ്പുറത്തേക്ക് ജാഥയായി. സത്യാഗ്രഹികൾ ഗാനം ആലപിച്ചും മുദ്രാവാക്യം മുഴക്കിയും എവിടെ? പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്രയായി. വഴിനീളെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകി. ഇനി സി ശങ്കരൻ നായർ കണ്ടോ? ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ, അതുപോലെ ബാരിസ്റ്റർ GP പിള്ളയാണത് കേട്ടോ. ബാരിസ്റ്റർ GP പിള്ള, സി ശങ്കരൻ നായർ. കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിലും എന്തുണ്ടായിരുന്നു? കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയുമായിരുന്നു ഇവരിൽ പ്രധാനപ്പെട്ടത്. അപ്പോ ദേശീയ തലത്തിലും എന്തുണ്ടായിരുന്നു? കോൺഗ്രസ് ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. അതില് പ്രധാനപ്പെട്ടവരായിരുന്നു ആര്? ബാരിസ്റ്റർ GP പിള്ളയും അതുപോലെ പിന്നെന്താണ്? ചേറ്റൂർ ശങ്കരൻ നായരും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് മലബാർ. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് എവിടെ? മലബാറിലെ എന്ത് ചെയ്തു? ഈ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും അതുപോലെ ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം അതുപോലെ ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും എന്ത് ചെയ്തു? ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. എന്തൊക്കെ? ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ പിന്തുണയാണ് എവിടെ ലഭിച്ചത്? മലബാറിലെങ്ങും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സമരത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, പ്രസ്താവന ക്വസ്റ്റ്യൻ വരും. ഓക്കെ, സമരത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു? വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുകയാണ്? ബഹിഷ്കരിക്കുകയാണ്. വിദ്യാലയങ്ങൾ, വിദ്യാലയങ്ങൾ? വിദേശ നിർമ്മിത വസ്തുക്കൾ, അതുപോലെ കോടതികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തം ഉണ്ടായിരുന്നു. നോട്ട് ചെയ്ത് വെച്ചേക്കുക. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ എന്തുണ്ടായിരുന്നു? മികച്ച പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ സി കുഞ്ഞിരാമ മേനോൻ. ആരാണ്? സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാലമേനോൻ, KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ. അപ്പൊ നേതാക്കളെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ആരൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഉൾപ്പെടാത്തത് ആരാന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണ്ടേ? അപ്പൊ നോക്കാം നമുക്ക്. സി കുഞ്ഞിരാമ മേനോൻ, അതുപോലെ കെ കേളപ്പൻ, യു ഗോപാലൻ. സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാലമേനോൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ KP കേശവമേനോൻ. ഓക്കെ, KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ, ഇവരായിരുന്നു പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നപ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടായി. നമുക്കറിയാം അല്ലെ, നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നപ്പോൾ നമ്മുടെ കേരളത്തിലും അതിന്റെ അലയൊലികൾ കേരളത്തിലുണ്ടായി. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, പയ്യന്നൂരിലേക്ക് ജാഥ വരിക സാഹചര്യ അതൊക്കെ ഓർത്തല്ലോ. ഇനി കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ എവിടെയായിരുന്നു? പയ്യന്നൂർ. ഇത് PYQ ആണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിൽ എവിടെയായിരുന്നു? പയ്യന്നൂർ ട്ടോ. PYQ ആണെന്നുള്ള ഓർത്ത് വെച്ചേക്കാം. കേളപ്പനാണ് ഇതിന് ഈ സത്യാഗ്രഹം നയിച്ചത്. അതും ചോദിച്ചിട്ടുള്ളതാണ്. പയ്യന്നൂരിലേക്കുള്ള ഈ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരാണെന്ന് പറഞ്ഞു. അതിന്റെ സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കേളപ്പനാണ് എന്നുള്ള ഓർത്ത് വെച്ചേക്കാം. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ എവിടെ? കോഴിക്കോട് കടപ്പുറത്ത്. അത് നോട്ട് ചെയ്യുക. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ എവിടെയായിരുന്നു? കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ചു ഉപ്പുണ്ടാക്കി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ പോലീസിന്റെ ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഓക്കെ. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും സമരത്തിന്റെ ഭാഗമായിട്ട് നടന്നു. നോട്ട് ചെയ്ത് വെച്ചേക്കുക. വിദേശ വസ്ത്ര ബഹിഷ്കരണം, വിദേശ വസ്തുക്കളൊന്നും വേണ്ട, ആ ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും സമരത്തിന്റെ ഭാഗമായിട്ട് നടന്നു. ഖാദി പ്രചരണമാണ് നടന്നത്, മദ്യഷാപ്പ് പിക്കറ്റിംഗ് നടന്നു, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടന്നു. ഓക്കെ. ഇനി ഗാന്ധിജി കേരളത്തിൽ 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്തലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോടെത്തി എന്നാണ്. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്തലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം എവിടെ എത്തുകയാണ്? കോഴിക്കോടെത്തുകയാണ്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്നായിരുന്നു? 1920. ആരുടെ കൂടെ? മൗലാന ഷൗക്കത്തിലെയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് കോഴിക്കോട് എത്തുന്നത്. അപ്പോ ഇത് ഇന്ത്യക്കാർക്ക് ഇത് എന്താണ്? ആദ്യത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം എന്ന് പറഞ്ഞു. ഇന്ത്യക്കാർക്ക് വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികൾ ആണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത്. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരാണ് എങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെയാണ് ജനങ്ങൾ ഇത് സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ വർഷം നോട്ട് ചെയ്യുക. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം എവിടെ എത്തുന്നത്? കോഴിക്കോട് ട്ടോ. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഓർത്തു വെച്ചേക്കാം. ഇനി വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപത്തുണ്ടായ ദാരുണ സംഭവമാണിത്. മലബാർ കലാപത്തുണ്ടായ ദാരുണമായ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാഗൺ കൂട്ടക്കൊലയാണ്. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ, നോട്ട് ചെയ്ത് വെച്ചേക്കാം, ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ 100ഓളം തടവുകാരെ തിരൂരിൽ നിന്നും മലബാറിന് പുറത്തുള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കിടക്കാത്ത ചരക്ക് തീവണ്ടിയിൽ കയറ്റി. അങ്ങനെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മലബാർ കലാപകാലത്തുണ്ടായ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല എന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിന്റെ മേൽനോട്ടത്തിൽ എത്ര തടവുകാരെ? 100ഓളം തടവുകാരെ എവിടെ നിന്ന് എവിടേക്ക്? തിരൂരിൽ നിന്നും മലബാറിന് പുറത്തുള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കടക്കാത്ത ചരക്ക് തീവണ്ടിയിൽ കയറ്റി യാത്രാ മധ്യേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ ഒരിറ്റു വെള്ളമോ കിട്ടാത്ത ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേരും എന്ത് ചെയ്യുകയാണ്?
മരണപ്പെടുകയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, വാഗൺ കൂട്ടക്കൊല. ഓക്കെ, ഓർത്തു വച്ചേക്കാം. ഇനി നമുക്ക് മലബാർ കല, ഇതൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളെ തരുന്നുള്ളൂ, ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇനി മലബാർ കലാപം, മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മി വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മി വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം എന്ന് പറയുന്നത്. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ, എങ്ങനെ, നിസ്സഹകരണ ഖിലാഫത്ത് സമരം നമ്മൾ പറഞ്ഞു ആദ്യം അല്ലെ, ഇതിനോടൊപ്പം നേരത്തെ തന്നെ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായിട്ട് പരിണമിക്കുകയാണ്. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. PYQ എഴുതി വെച്ചോ. 1921 എന്നാണ്, 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് ഈ കലാപം, മലബാർ കലാപം വ്യാപിച്ചത്. ജമ്മിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കലാപത്തിലേർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും, മലബാർ സ്പെഷ്യൽ പോലീസ് അല്ലെ, MSP, മലബാർ സ്പെഷ്യൽ പോലീസിനെയും അതുപോലെ പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, കലാപം അടിച്ചമർത്തുകയാണ്. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആരൊക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ആലി മുസ്ലിയാർ, വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ എന്നിവർ. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആലി മുസ്ലിയാർ, വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. ഓക്കെ, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ചിത്രം കണ്ടോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ നോക്കാം നമുക്ക്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരായിരുന്നു, വടക്കേ വീട്ടിൽ മുഹമ്മദ്. PYQ ആണ്. മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ബ്രിട്ടീഷ് പോലീസ്. ഇതിനെ തുടർന്ന് ആദ്യം ഇവിടെ തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഇതിനെ തുടർന്ന് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും എന്ത് ചെയ്തു, അതുപോലെ തിരൂരങ്ങാടിയിലും എന്ത് ചെയ്യുകയാണ്, ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ്. മലബാർ കലാപകാലത്ത് നടന്ന പ്രധാന സംഭവങ്ങളായിരുന്നു ഇവ. അപ്പൊ ഇതും കൂടെ, ഈ ഒരു സംഭവം തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ, ഇതിങ്ങനെ UCERTയിലാണ് ഇത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക, തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 9 എന്നാണ്, 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ എന്നാണ്, 1942 ഓഗസ്റ്റ് 9, ഇതും ഇമ്പോർട്ടന്റ് ആണ്. അഖിലേന്ത്യാ വ്യാപകമായിട്ട് ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ എന്ത് ചെയ്യുകയാണ്, അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായിട്ട് ഇത് മാറുകയാണ്. ഓക്കെ, ഇവരെ ഒക്കെ, ഗാന്ധിജിയെയും ഒക്കെ പ്രമുഖ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഗാന്ധിയൻ സമരങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഗാന്ധിജി അറസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ആ സമയത്ത് എന്താവണത്, അക്രമ സ്വഭാവത്തോടെയുള്ള ഒരു സമരമായിട്ട് ഇത് മാറുകയാണ്. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇവിടെ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ അല്ലെ. അങ്ങനെ ഇതിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഇതിന്റെ ഭാഗമായിട്ട് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് നടന്ന
പ്രധാന സംഭവം ഏതെന്ന് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസ്. ഇതെന്താണ്? PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. എവിടെയുള്ള ആളുകളാണ്? കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. വിവിധ ഇടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1942 നവംബർ നവംബർ 17. ഓക്കെ, ഇത് കാണുന്നില്ല അല്ലെ? ഓക്കെ. 1942 നവംബർ 17 ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത്. എന്നാണ് 1942 നവംബർ 17 എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോൻ, എഴുതി വെച്ചേക്ക, ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ കിട്ടിയോ? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാര് ബോംബ് നിർമ്മിച്ചു. വിവിധ ഇടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 42 നവംബർ 17 ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങളൊക്കെ നടന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, ഇനി കൊച്ചി. രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടത് മുതൽ, രാജവാഴ്ചയായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? കൊച്ചിയിൽ അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടത് മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. സദ്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ എന്തെന്ന് പറയുന്നത്? ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിച്ചു. ആദ്യം എന്തായിരുന്നു? സദ്ഭരണം സ്ഥാപിക്കുക. പിന്നീട് എന്ത് ചെയ്തു? അത് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ ആരംഭിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എവിടെ? കൊച്ചിയിൽ. ഇനി ഇലക്ട്രിസിറ്റി സമരം നോക്കാം. തൃശ്ശൂര്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായിരുന്ന ആര്? RK ഷൺമുഖം ചെട്ടി. അന്നത്തെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി എന്തിന് തീരുമാനിക്കുകയാണ്? തൃശ്ശൂരിലെ വൈദ്യുത വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുക. ഓക്കെ, അത് അങ്ങനെ തീരുമാനിച്ചത് ആരായിരുന്നു? കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി. ഇതിനെതിരെ 1936 PYQ ആണ്, PYQ എഴുതി വെച്ചോ. ഇതിനെതിരെ എന്താണ്? 1936 ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. ഓക്കെ, ഈ സമരത്തെ ഗവൺമെന്റ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ സമരം സഹായകമായി. സമരത്തെ ഗവൺമെന്റ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറക്കാൻ ഈ സമരം എന്ത് ചെയ്തു? സഹായകമായി. അതാണ് ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂര് 1936 എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി കൊച്ചി രാജ്യപ്രജാമണ്ഡലം. ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ, എഴുതി വെച്ചേക്കാം, ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 41 കൊച്ചി രാജ്യപ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷം. 1941 കൊച്ചി രാജപ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമാവുകയാണ്. എന്തിന്? ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ. ഓക്കെ, ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ആരൊക്കെ? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആരൊക്കെ? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ എന്ത് ചെയ്യാണ്? ഈ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അപ്പൊ എന്നാണ് സംഘടന രൂപീകൃതമായത്? 1941 എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. ഓക്കെ, ഇനി
ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയും ഉണ്ടായി. അപ്പൊ നോട്ട് വെച്ചേക്കുക, ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും 46 ജൂലൈ 29 1946 ജൂലൈ 29 എന്ത് ദിനമായി? ഉത്തരവാദ ഭരണ ദിനമായി. 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയും ഉണ്ടായി. പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്ത് ചെയ്യുകയാണ്? ലയിക്കുകയാണ്. ഇക്കണ്ട വാര്യർ എന്തായി? പ്രധാനമന്ത്രിയായി. കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. അപ്പൊ കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയായി ആര്? ഇക്കണ്ട വാര്യർ. ഓക്കെ, അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതാണ് പനമ്പള്ളി ഗോവിന്ദ മേനോനും അതുപോലെ ആര്? ഇക്കണ്ട വാര്യരും. ഓക്കെ. ഇനി തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തട്ടിയുണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. എവിടെ? തിരുവിതാംകൂറിൽ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തട്ടിയുണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു ഏതൊക്കെ? മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം. എന്താണ് മലയാളി മെമ്മോറിയൽ? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം. സർക്കാർ ജോലികളിൽ എന്ത്? തിരുവിതാംകൂർക്കാർക്ക് അല്ലെ, അവിടെയുള്ള ആളുകൾക്ക് തന്നെ മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം 1891 ജനുവരി 1 ഈ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. എന്നാണ് 1891 ജനുവരി 1 എന്ത് ചെയ്യുകയാണ്? ഈ ആവശ്യം, അതായത് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ ആർക്ക് തന്നെ മതിയായ പ്രാതിനിധ്യം വേണം? തിരുവിതാംകൂർക്ക് തന്നെ മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരുപാട് ജനങ്ങളൊക്കെ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് എന്ത് ചെയ്യുകയാണ്? സമർപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഇതിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ള. ഇനി ഈഴവ മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം അല്ലെ, ഈഴവ മെമ്മോറിയൽ. സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം. അപ്പോൾ 91 കഴിഞ്ഞ് 96 സെപ്റ്റംബർ 3 ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിക്കുകയാണ്. സെപ്റ്റംബർ 3 1896 ഏത്? സെപ്റ്റംബർ 3 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. സെപ്റ്റംബർ 3 എന്ത് ചെയ്യുകയാണ്? ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ P പൽപ്പുവാണ്. അപ്പൊ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയും ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ P പൽപ്പുവും. ആ വർഷം മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1, 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ. അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, PYK കേട്ടോ. ഇനി നിവർത്തനം. സിവിൽ നിയമ ലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. സിവിൽ നിയമ ലംഘനത്തിൽ നിന്നും അതുപോലെ നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ എന്ത് പറയുന്നത്? നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഈ പേര് നൽകിയത് ആര്? IC ചാക്കോ. ആരാണ്? IC ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. ഓക്കെ, IC ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം അറിയാലോ, സിവിൽ നിയമലംഘനത്തിൽ നിന്നും അതുപോലെ നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഈ പേര് നൽകിയത് ആരായിരുന്നു? IC ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ് എന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമുക്ക് നോക്കാം. നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന് പറയും. തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. എവിടെ? തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. ക്രിസ്ത്യൻ
മുസ്ലിം ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നതായിരുന്നു ആവശ്യം. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിലെ ലക്ഷ്യം എന്തായിരുന്നു? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യം. സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. PYQ എഴുതി വെച്ചോ. സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവർ എന്തിന് നൽകി? നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്. ഓക്കെ. തിരുവിതാംകൂർ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു എന്നുള്ളതൊന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ. പട്ടം താണുപിള്ള നിവേദനങ്ങളിലൂടെയും അതുപോലെ പ്രത്യക്ഷ സമര പരിപാടികളിലൂടെയും ഇവർ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. ഇനി സ്വദേശാഭിമാനി പത്രം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലായിരുന്നു ഏത് പത്രം? സ്വദേശാഭിമാനി പത്രം. അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണ പിള്ള. അതിന്റെ പത്രാധിപരായിരുന്നു ആര്? കെ രാമകൃഷ്ണ പിള്ള. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രത്തിലൂടെ അദ്ദേഹം തുറന്നെതിർത്തിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാരിയെ, അന്നത്തെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു പി രാജഗോപാലാചാരിയെ, അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഇതിനെ തുടർന്ന് രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് കെ രാമകൃഷ്ണ പിള്ള ട്ടോ. ഓക്കെ. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേർന്നു. അപ്പൊ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ എന്ത് ചെയ്യുകയാണ്? 1934 ആരുടെ നേതൃത്വത്തിൽ? കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേരുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. പി കൃഷ്ണപിള്ള, ശങ്കരൻ നമ്പൂതിരിപ്പാട്, EMS അല്ലെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, MK ഗോപാലൻ എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത്. പി കൃഷ്ണപിള്ളയും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും MK ഗോപാലൻ എന്നിവരാണ് AK ഗോപാലൻ എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത്. ഓക്കെ. അങ്ങനെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? നിരവധി കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേർന്നു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. പി കൃഷ്ണപിള്ള, EMS അതുപോലെ AKG ഇവരാണ് ഈ വിഭാഗത്തെ എന്ത് ചെയ്തത്? നയിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ എന്തുണ്ടായിട്ടുണ്ട്? കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയും, അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു ആര്? CP രാമസ്വാമി അയ്യർ. ഈ CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു ഈ ഒരു സമരം. ഏത് സമരം? പുന്നപ്ര വയലാർ സമരം. ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായതിനാൽ ഇത് പുന്നപ്ര വയലാർ സമരം എന്നറിയപ്പെടുന്നു. വർഷം നോട്ട് ചെയ്യുക. 1946 കർഷകരും തൊഴിലാളികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ്
പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം പുന്നപ്ര വയലാർ സമരം നടത്തിയത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീ മുന്നേറ്റം. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ മാതൃഭൂമി. ഇവിടെ 100 പേരിൽ 3-4 പേർക്ക് മാത്രമാണ് വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ളത്, വസ്ത്രം ധരിക്കാനുള്ളത്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിന് പോലും നമുക്ക് വകയില്ല. ഇത് മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പട്ടിണിക്കാരെയും പട്ടിണിക്കാരെയും സഹായിക്കാൻ അധികമെന്ന് തോന്നുന്നതിൽ ഒരു പങ്ക് എന്നെ ഏൽപ്പിക്കുക. അത് ഞാൻ വസ്ത്രമായും ഭക്ഷണമായും മാറ്റി എത്തേണ്ട കൈകളിലേക്കും വായിലേക്കും എത്തിക്കും. നിങ്ങളുടെ കാരുണ്യം കൊണ്ട് ഒരു വയറെങ്കിലും നിറയുമെങ്കിൽ, ഒരു മേനിയെങ്കിലും നഗ്നത മറയുമെങ്കിൽ ഈ സന്ദർഭത്തിൽ ചെയ്യാവുന്നതായി മറ്റൊരു സത്കർമ്മമില്ല. സ്ത്രീകൾ തിങ്ങി നിറഞ്ഞപ്പോൾ വടകരയിലെ പൊതുയോഗത്തിൽ മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും അപരാധബോധത്തോടെ തല താഴ്ത്തി. മഹാത്മാഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പെൺകുട്ടി ഗാന്ധിജിയുടെ അരികിലേക്ക് ഓടിയെത്തുന്നു. ഇവിടെയാണ് നമുക്ക് PSCയുടെ ക്വസ്റ്റ്യന്. സ്വർണവളകളും കമ്മലുകളും ഊരി നീട്ടിപ്പിടിച്ച് പെട്ടെന്ന് സ്തബ്ധനായി പോയ ഗാന്ധിജി ചോദിച്ചു. ഇങ്ങനെ സ്വർണവളകളും കമ്മലും ഊരി നീട്ടിപ്പിടിച്ചു ഒരു പെൺകുട്ടി അത് ഗാന്ധിജിന്റെ അരികിലേക്ക് ഓടിയെത്തുകയാണ്. അപ്പോ പെട്ടെന്ന് സ്തബ്ധനായി പോയ ഗാന്ധിജി ചോദിച്ചു, സ്വമനസാലെയാണോ ഈ തീരുമാനം? അതെ, അവൾ തലയാട്ടി. നിന്റെ പേരെന്താ കുട്ടി? ഗാന്ധിജി ചോദിക്കാണ്. അപ്പൊ അവൾ ഉത്തരം പറഞ്ഞു, കൗമുദി. ആരാണ്? കൗമുദി. അച്ഛനമ്മമാരോട് എന്തു പറയും? ആഭരണമില്ലാത്ത പെൺകുട്ടിയെ വേണ്ടെന്ന് ഭർത്താവായി വരാനിരിക്കുന്നയാൾ ശാഠ്യം പിടിച്ചാൽ നീ എന്തു ചെയ്യും? ഗാന്ധിജി ചോദിക്കുകയാണ്. അങ്ങനെ ശാഠ്യം പിടിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്കും വേണ്ടെന്ന് ഞാൻ ശാഠ്യം പിടിക്കും. കൗമുദി എന്ന് പറയുന്ന ഈ ടീച്ചറാണ്, കൗമുദി ടീച്ചർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ച കാലത്ത് കേരളത്തിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു അല്ലെ. ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഉപ്പു നിർമ്മാണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്ത് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയിൽ സ്ത്രീകളും എന്തായിട്ടുണ്ട്? സജീവമായിട്ടുണ്ട് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. സമര കാലഘട്ടത്തിൽ ഐത്തോച്ചാടന ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഐത്തോച്ചാടന ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലും. സമരങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. മലബാറിൽ AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ഇക്കാലയളവിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മലബാറിൽ നേതൃത്വം കൊടുത്ത പ്രമുഖ സ്ത്രീകളായിരുന്നു ആരൊക്കെ? AV കുട്ടിമാളു അമ്മ, അതുപോലെ അമ്മു സ്വാമിനാഥൻ. ഇനി തിരുവിതാംകൂറിൽ ആരൊക്കെ? അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ഇക്കാലയളവിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് AV കുട്ടിമാളു അമ്മ, അതുപോലെ അമ്മു സ്വാമിനാഥൻ. AV കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ എവിടെയാണ് നേതൃത്വം നൽകിയത്? അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ ഇവര് മലബാറിലും, അതുപോലെ അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും എവിടെയാണ് നേതൃത്വം നൽകിയത്? തിരുവിതാംകൂറിലാണെന്നുള്ളത് ഓർത്തു വച്ചേക്കുക. ഓക്കെ, ഇനി C കുഞ്ഞിക്കാവമ്മ. ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? C കുഞ്ഞിക്കാവമ്മ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണ നൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു. ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണം ഗാന്ധിജി നിർദ്ദേശിച്ചു. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണ നൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു. അപ്പൊ ഗാന്ധിജി പറയാണ്, ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ ആ പ്രതിജ്ഞ ജീവിതാവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ KPCCയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് 1938 C കുഞ്ഞിക്കാവമ്മ. ഓക്കെ,
ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവയിലും ആര് സജീവായിരുന്നു? സി കുഞ്ഞിക്കാവമ്മ സജീവമായിരുന്നു എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. സി കുഞ്ഞിക്കാവമ്മ ഒരുപക്ഷെ PSC ചോദിക്കാൻ പോകുന്ന ഒരാളിൽ പ്രധാനപ്പെട്ടതായിരിക്കും സി കുഞ്ഞിക്കാവമ്മ 1938. ഓക്കെ. ഇനി സംസ്ഥാന രൂപീകരണം. ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാംസ്കാരികവും സാമ്പത്തികവും ഭരണപരവുമായ പരിഗണനകൾ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭാഗങ്ങളായി ഗണിക്കാവുന്ന തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ വിഭാഗങ്ങളും മയ്യഴിയും ഒരുമിച്ച് ചേർത്ത് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുന്ന സ്വയം ഭരണാധികാരമുള്ള ഒരു ഘടകമായി സംഘടിപ്പിക്കണം. ഈ ഘടകത്തിലെ ഭരണകൂടത്തിന്റെ എല്ലാ അധികാര ശക്തിയും ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം. ഇത് 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ പ്രമേയത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാംസ്കാരികവും സാമ്പത്തികവും ഭരണപരവുമായ പരിഗണനകൾ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭാഗങ്ങളായി ഗണിക്കാവുന്ന തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യൻ വിഭാഗങ്ങളും മയ്യഴിയും ഒരുമിച്ച് ചേർത്ത് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുന്ന സ്വയം ഭരണാധികാരമുള്ള ഒരു ഘടകമായി സംഘടിപ്പിക്കണം. ഈ ഘടകത്തിലെ ഭരണകൂടത്തിന്റെ എല്ലാ അധികാര ശക്തിയും ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം. ഇത് 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ പ്രമേയത്തിൽ നിന്ന് ഉള്ളതാണെന്നുള്ളത് കൂടെ ഓർത്തു വച്ചേക്കുക. ഓക്കെ. ഇനി 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. അഖില കേരള പ്രവിശ്യ സമ്മേളനം 1932 ഒറ്റപ്പാലത്ത്. 1932 അല്ല കേട്ടോ, മാറിപ്പോയതാണ്. 1921 ഒറ്റപ്പാലത്ത് 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1928 പയ്യന്നൂർ സമ്മേളനം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ആരുടെ അധ്യക്ഷതയിൽ? ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി ഇതിനെ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിന്റെ കൺവെൻഷനുകൾ നടക്കുകയും ഉണ്ടായി. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി രൂപീകരിച്ചത് കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പായിരുന്നു എന്നാണ് 1949 ജൂലൈ 1 എന്ത് ചെയ്യാണ്? തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി എന്ത് ചെയ്യാണ്? രൂപീകരിച്ചത് കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തേക്കുള്ള പ്രധാന ചുവടുവെപ്പായിരുന്നു എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. ഓക്കെ. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മദിരാശിയിലെ മലയാളി ക്ലബ്ബ് പുറത്തിറക്കിയ നോട്ടീസാണിത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നിരുന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ. ഇനി കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകളാണ് കൊതിക്കല്ല് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഈ കൊതിക്കല്ല്? ചോദിക്കാം നമുക്ക്. എന്താ പറയാ, ഇനി വരാനുള്ള എക്സാമുകളിൽ ഇതുപോലെ പുതിയ ഫാക്ട്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകളാണ് കൊതിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഏത്? കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലാണ് കൊതിക്കല്ല്. കൊതി എന്നത് കൊച്ചിയെയും തി എന്നത് തിരുവിതാംകൂറിനെയും സൂചിപ്പിക്കുന്നു. കൊതിക്കല്ല്. അതിൽ കോ എന്നുള്ളത് കൊച്ചി, തി എന്നുള്ളത് തിരുവിതാംകൂറിനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇത് നോക്കുക. കണ്ടോ കേരളത്തിന്റെ. ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ കേട്ട് ഇതായതാണ് അല്ലെ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. PYക്കാണ്. അറിയാത്തവര് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫസൽ അലി കമ്മീഷന്റെ നേതൃത്വത്തിലാണ് എന്ത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാനുള്ള ആ ഒരു ഇത് എന്താണ്
എന്താ കമ്മീഷൻ രൂപീകൃതമായത്. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരുക്കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1 നമ്മുടെ കേരള സംസ്ഥാനം എന്ത് ചെയ്യുകയാണ്, നിലവിൽ വരികയാണ്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് ഇതും ബിവയ്ക്കാണ് കേട്ടോ. ഈ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട്, അതായത് ഇന്നത്തെ തമിഴ്നാടിനോട് ചേർക്കുകയാണ്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു ഏതൊക്കെ? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്. ഓക്കെ, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, അതുപോലെ വിളവങ്കോട്. ഇതെന്ത് ചെയ്യുകയാണ്? ഈ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട് ചേർക്കുകയാണ്, അതായത് ഇന്നത്തെ തമിഴ്നാട്. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക്, തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്നു ഇത് കാസർഗോഡ് താലൂക്ക്, കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ, പിന്നെന്തൊക്കെയാ സംഭവിക്കുന്നത്? 1957 ഫെബ്രുവരി, അതുപോലെ 1957 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു. 1957 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എന്ത് ചെയ്യുകയാണ്? പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ 5 എന്ത് ചെയ്യുകയാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ഇന്ന് ഈ ഒരു ഇത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ എന്തുണ്ടാവും, എക്സാം ഉണ്ടായിരിക്കും. അത് 5 മണിക്കായിരിക്കും എക്സാം. ഒരുപക്ഷെ ഇത് മുഴുവൻ കേട്ട് നിങ്ങൾക്ക് 5 മണിക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട്, അപ്പോൾ ആ സമയം കൊണ്ട് ചിലപ്പോൾ തീരണം എന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചതിന് ശേഷം മാത്രം പോയി എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. വെറുതെ പോയി എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ പഠിച്ചിട്ട് നമുക്ക് അത്രയും കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. പിന്നെ ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.